പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കൂടെ അമ്മ ഉണ്ടാവുമെന്ന് ഓർക്കണം ദൈവപൈതലേ. കർത്താവ്, കിടപ്പായിപ്പോയവർ, ഇങ്ങനെ ഒരു ആരോഗ്യമുണ്ട് പക്ഷെ കിടന്നു പോയവർ, ചിലപ്പോൾ അപകടം ഉണ്ടായി കിടന്നു പോയവർ, കർത്താവെ പ്രഷർ വന്ന് കിടന്നു പോയവർ, കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുതാടുന്ന അത്ഭുതകരം ആ കിടന്നുപോയ മക്കളുടെ മേൽ ശരീരത്തിൽ തലയ്ക്കപ്പെടട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവെ,
പടലപ്പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തുമൂലം കുടുംബത്തിൽ കലഹവും കോലാഹലങ്ങളും സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ. നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവന സമാധാനം ആശംസിക്കണം. സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനോടെ ഭരിക്കും. കർത്താവേ, അടിയൻ്റെ പ്രാർത്ഥന കൊണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണം കൊണ്ടും കർത്താവേ, ആ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, കർത്താവെ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കൾ വേദനിച്ചുകൊണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് കണ്ണുനീരോടെ വിഷമിക്കുന്നുണ്ടോ ആ മേഖലയിലെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് നിൻ്റെ വിഷയത്തിൽ ദൈവം തീരുമാനമെടുക്കാൻ പോകുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നീ ജാഗ്രതയോടെ പെരുമാറുക. കർത്താവെ, അകലം വിട്ടുപോകുന്നവർ, രാജ്യം വിട്ടുപോകുന്നവർ, വീട് വിട്ടുപോകുന്നവർ, ഞങ്ങൾ കണ്ണുമ്പിൽ മറയുന്നവർ കർത്താവിൻ്റെ കൃപയാൽ നിറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിസ പുതുക്കാത്തതിൻ്റെ പേരിലും യാത്രയ്ക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ പേരിലും തിരിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ കുടുങ്ങി കിടക്കുന്നവർ, എൻ്റെ കർത്താവിൻ്റെതുമായ എന്തെങ്കിലും ബന്ധനങ്ങളെ ഞാൻ അർപ്പിച്ച 40 വർഷത്തെ ബലിയുടെ ശക്തിയാൽ ബന്ധിക്കുന്നു, അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ് ആൻഡ് ഡെലിവേർഡ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കും. ആമേൻ. ചില സമയത്ത് ഞാനിങ്ങനെ ധ്യാനിപ്പിക്കുമ്പോഴേ ഞാനിങ്ങനെ ആ ധ്യാനത്തിൻ്റെ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ആ ഫ്ലോയിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഉടമ്പടിയിലുണ്ടാകുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളില്ലേ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഉപയോഗ പ്രവർത്തനങ്ങൾ, സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ ഇല്ലേ, അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ഗ്രേസ് ലെവല് വർദ്ധിപ്പിക്കാൻ പറ്റും. അതിന് ഞാൻ അക്വേർഡ് ഗ്രേസ് എന്നൊക്കെ പറയടക്ക്, ആർജിത കൃപ. പക്ഷേ ഞാനതിനെക്കുറിച്ച് അപ്പോൾ അവിടെ എവിടെയോ ഒരു ആർജിത കൃപ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധ പറയുന്നുണ്ടായിരുന്നു, നീ ഇത് റെക്ടിഫൈ ചെയ്യണം, കറക്റ്റ് ചെയ്യണം കേട്ടോ എന്ന് പറയാൻ. അപ്പം ഞാൻ പിന്നെ എനിക്ക് പക്ഷേ എങ്ങനെ കറക്റ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ വിഷയം പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ കർത്താവുമായിട്ട് ഈ വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കൃപയെക്കുറിച്ച് വചനങ്ങളൊക്കെ പരിശോധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, നമുക്ക് ഈ കൃപ ഓരോ കാര്യങ്ങൾ, ഇപ്പം നിങ്ങൾ പറയത്തില്ലേ, 10 രോഗികളെ കണ്ടു, 6 കെട്ട് പൊതിച്ചോറ് തന്നെത്താൻ കൈകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു. നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലെങ്കിലും ഉണ്ടോ നമുക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹത്തിൻ്റെ വിലയാണ് ഈ കൊടുക്കണതെന്ന്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലെങ്കിലും ഉണ്ടാവുമോ, എനിക്ക് ദൈവം തരാമെന്ന് ജോലിക്കുള്ള കൂലിയാണ് ഈ കൊടുക്കണമെന്ന്. പണ്ട് ഗോതമ്പ് റോഡെന്നൊക്കെ പറയത്തില്ലേ, എല്ലാ നാട്ടിലും ഉണ്ടാകും ഗോതമ്പ് റോഡ്, പേരുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ രാജാക്കന്മാരുടെ കാലത്ത് തൊട്ടുള്ള പരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂലിക്ക് പകരം പണത്തിന് പകരം ധാന്യങ്ങൾ. ഒരു തോടൊക്കെ വിട്ടുള്ള സമയത്ത് 5 മണിക്ക് പണി കയറി കഴിയുമ്പോൾ ചിലപ്പോൾ 2 കിലോ ഗോതമ്പ് അല്ലെങ്കിൽ 1 കിലോ അരി തരും. അതിന് പഴയ മലയാളത്തിൽ ഒരു പേരുണ്ടായിരുന്നു, ഊഴിയാവേല. ഊഴിയാവേല എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ രാജാക്കന്മാരുടെ ഈ തിരുവിതാംകൂറിൻ്റെ പുസ്തകത്തിലൊക്കെ ഉണ്ട് ഊഴിയാവേല. ഊഴിയാവേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേല എടുത്താൽ നമുക്ക് പൈസ ആയിട്ട് കാശ് കിട്ടത്തില്ല, മറിച്ച് ധാന്യം കിട്ടും. അങ്ങനെയാണ് രാജാക്കന്മാർ തോടും എല്ലാം വെട്ടിച്ചിരിക്കണത്, റോഡൊക്കെ ഇട്ടിരിക്കണത്. നിങ്ങളിതുപോലെ ഈ പ്രേക്ഷിത പ്രവർത്തനം ഊഴിയാവേലയായിട്ട് മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് ജോലി തരുന്നു, അതിന് കർത്താവിനൊരു കൂലി കൊടുക്കുന്നു. കർത്താവ് പറഞ്ഞ വാക്ക് അനുസരിച്ച് നമ്മൾ രോഗികൾക്ക് ഇത് കൊടുക്കും. തമ്മിൽ എൻ്റെ മക്കൾ ഇതിനെ കണക്ട് ചെയ്യരുത്. ദൈവം നമുക്ക് തരുന്ന ഒരു അനുഗ്രഹത്തിന് കൂലിയായിട്ടല്ല ഇത് കൊടുക്കുന്നത്, വിലയായിട്ടല്ല കൊടുക്കുന്നത്, മറിച്ച് അത് നമ്മൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൃപയോടുള്ള നമ്മുടെ സഹകരണമാണ്. നമ്മൾ ദൈവത്തോട് ചെയ്യുന്ന സഹകരണം. അപ്പം നമ്മൾ ചില ആൾക്കാർ ഈ സഹകരണം വരുമ്പോൾ എന്താ ഗുണമെന്ന് അറിയാമോ? കർത്താവ് തിരിച്ച് സഹകരിക്കും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ജോലിയെല്ലാം കിട്ടുന്നത്. പക്ഷേ അതിന് ഡയറക്റ്റ് ഒരു വിലയായിട്ട് നമ്മൾ കാണരുത്. മർക്കോസ് 16:20. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അടയാളങ്ങൾ ആവശ്യം. ഇപ്പം ചില ആൾക്കാർ
കൃപാസനത്തെ ചിലർ ആക്ഷേപിക്കുന്നത് എന്താണ്, അത് അനുഗ്രഹമുള്ള സ്ഥലത്തെല്ലാം ആൾക്കാർ ഓടിക്കൊള്ളുമെന്ന്. നിങ്ങൾക്കറിയാമല്ലോ, 2004 ഡിസംബർ 7 സമയഘടികളെ നെഞ്ചിൽ ചേർത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം 10 കൊല്ലം നമ്മളത് പ്രാർത്ഥിച്ചു. കാരണം അതിനകത്ത് അപ്പോൾ അന്നൊക്കെ എൻ്റെ മനസ്സിൽ പറഞ്ഞു, നീ ഇപ്പോൾ ഉടനെ ഇത് ചാടിക്കയറി പറഞ്ഞാൽ അപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഒരു ആപത്തുണ്ടാകുമെന്നൊരു സൂചന ഉണ്ട്. അത് ശരിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞിട്ട് പോലും അത് പ്രൊക്ലെയിം ചെയ്യാനുള്ള സമയമായി. മാതാവ് വാടിപ്പെട്ടി വെച്ച് എന്നെ നിർബന്ധിച്ചാണ് പ്രൊക്ലെയിം ചെയ്യാൻ വേണ്ടി. പ്രൊക്ലെയിം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മാതാവ് 6 മാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി തന്നത്. ഉടമ്പടി തരികയിലല്ല ചെയ്തത്. ഉടമ്പടി തന്നെന്നും പറഞ്ഞുകൊണ്ട് ഈ അടയാളമൊന്നും ഉണ്ടാകണം ഒരു നിർബന്ധമില്ല. നീ ഇപ്പോൾ വായിച്ചു കേട്ട പോലെ കർത്താവ് അവരോട് പ്രവർത്തിച്ചു. അതാണ് വിഷയം. കർത്താവ് കൂടെ പ്രവർത്തിക്കുമ്പോഴാണ് അടയാളങ്ങൾ വരണത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു അടയാളം കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം കർത്താവ് കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നതിൻ്റെ അർത്ഥം. കർത്താവ് കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ കൃപയോട് നമ്മുടെ കാരുണ്യപ്രവൃത്തിയും അതുപോലെ തന്നെ പേഴ്സ പ്രവർത്തനങ്ങളും ഒരു കർത്താവ് തരുന്ന അനുഗ്രഹത്തിന് കൂലിയായിട്ടല്ല കൊടുക്കേണ്ടത്, മറിച്ച് അവൻ നേടിയെടുത്ത കൃപയോടുള്ള നമ്മുടെ സഹകരണമായിട്ട് കൊടുക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം. Good afternoon, everybody. My name is Nina Matthew. I am coming from Florida, Orlando, Florida, but I reside here in Irvimangalam, Kerala. My family is staying here. My first pilgrim covenant was taken on December 2024. The online covenant was taken prior to this, which was in the month of July 2023. I'm here to tell about the multiple graces that I have received with the intercession of Mother Mary and with the grace of Jesus. I was brought up in a family, a very devout family. My parents were very religious. I went to a convent school in Delhi and was brought up in a very devout family. However, I was never connected with God. I did everything as a ritual in life. Because my parents were religious, it just became part of my life to do it. Most times it was because I was in need of something. I would do when I was in trouble. I would pray to God and require for whatever the needs that I was interceding for. And since after that, I never would follow through. So Christian life, yes, but just an okay Christian life. I never meant what the actual Christianity was or feel connected to God ever. Now, after my wedding, I was living in Canada. My husband was living in Canada. I joined him in 2002. We lived there for about 12 years. It was very, very cold living in Canada. We got settled there fairly okay. We were doing fairly good jobs. We had 2 kids born in Canada. But the weather was so cold, we just were never happy to be living in that place. So we thought of planning to move to a warmer place. So we had different plans, but finally we thought of going close by, which is still in North America, that is Florida, US. Now, initially when we moved with a work visa, which we felt was perfectly fine. We could just keep renewing the visa and that should be okay. We never looked at the broader aspect of things. However, we had 2 kids. They were getting bigger. They were into middle school, high school days now. And the following time for them living in US with the visa that we were living there was never going to be fulfilling the needs that they would need in their life. They would not qualify for getting any scholarships to go to university or even to continue living there. So we thought of planning applying for a green card. Now, both of us, we had our place of birth in India. Now, because of that, if we would apply for a regular status, it would take more than 20 years. That would never be of help because the kids would be, past the university age by then. So we thought of applying for an EB1 category visa, which is a very rare available visa for people with extraordinary abilities. I certainly did not have any extra, abilities at that time. I was into nursing. I did my master's. I was a nurse practitioner, but that was never enough to be applying for this particular category.
I applied for this in October of 2022. Near around this time, a friend of ours at the church talked about the 33 days of consecration to Mother Mary. So I was doing this for the first time. While I was doing it, maybe after the first week or so, I got to know about Kribasanam because somebody had sent me a message in WhatsApp. I never knew anything about it. And also around the same time, somebody also gave me a Kribasanam newsletter at the church, which I couldn't understand much because it was written in Malayalam. I can't read or write Malayalam. So, I still held on to that, understanding that it was still a holy thing to hold on to. And, I applied for a candlelight prayer request initially. This was again in October of 22. Right after that, about a month later, we got the first approval for our visa, the EB1 visa. About in 1 month's time, we got the approval for it, which was very unusual to happen. Again, as I said, EB1 visa is a category of visa which is allowed for people who have extraordinary abilities, maybe like Nobel Prize winners or Olympic gold winners. Those are the people who would be eligible for it. For me, with my minimal qualifications, I was never a candidate, that was suffice for the needs for it. So I got the first approval, but getting the first approval doesn't mean that, you get the EB1 visa. There was a lot of reasoning that they had put in the application, and I had to fulfill all those requirements. And it went back and forth. I took a lot of time finishing it, and had a lot of steps that had to be completed within that time period. So by July of 2023, I first took the online covenant. And after that, a friend of ours who was living here in Kerala sent us all the holy items like the holy salt, the honey, and the books so that I could live a covenant life. In the month of May 2024, we finally got the green card in hand. This was, again, very, very unusual for ever to happen. So I continued living this covenant life. In December of 2024, we were in Kerala, and I took the pilgrim covenant. And since then, again, I've continued living my covenant life. Now, even though I'm talking about this visa, this meant a lot for us because if we were not qualified, as I said, the kids would not have a status there. Going back to Canada was not an option at all because, we had already sold our house, everything there. So going back and resettling was next to impossible. So it meant a lot for us. But more than anything, other than the visa, what changed my life in this covenant is that I changed as a person. As I initially said, I was only a ritual Christian. I never followed Christianity to its true value. I felt connected to God. I was able to keep up with all the requirements of the covenant, which means going to church every day. Again, this did not happen at the first go. But last year, I was able to get a job where I was able to work from home, which made it very flexible for me. I start work at 8:30, but there is a mass close to a church, a Latin church, which has a mass at 7:30. So I'm able to go there, come back, and start work every day. So going to church, making confession every 2 weeks, doing the covenant retreat every Tuesday. I did also with the pilgrim covenant that I took, I was able to get the newsletter which I distributed on my way at the airport, on the plane, at the churches in Florida. I distributed those, giving the testimony of what, it brought changes in my life, was explained while I gave that. And as part of the ministry or the
the social service, I got trained to become a Eucharistic minister. Part of that, I give Eucharist at the church. And I also am part of the ministry to the sick, which means I would take Eucharist to the nearby nursing homes, where I reside, for the people there who are sick and cannot come to church for the Eucharist. I also was able to register with the church and make food for the homeless people. Once in every month, we would prepare food and distribute it, which is taken to the homeless people. And it was also part of the social service that I got a certification for something called as EMDR. It is a psychotherapy which is used for people who have experienced trauma in life. My plan is to use this psychotherapy service for the homeless, specifically who are trauma afflicted in their lives. So with all this, I would conclude my testimony saying that, yes, one was the visa, which was a very extraordinary visa that I got. And secondly, more than anything else, it changed my life as a whole. I'm feeling very connected with God. My husband, who was not so much religious or attentive to what I do, he slowly has started changing, and I'm really sure that he is supporting me for my future life. And I would like to submit this covenant with all these graces that I have received through Krivasanam, through the grace of Mother Mary. Ave Maria. Psalm 106 verses 5. That I may see the good of your chosen, that I may rejoice in the gladness of your nation, that I may glorify with your inheritance. Here Nina has presented her beautiful testimony over here. She was saying the testimony of the grace of not by merit but by grace. As we know, it is very impossible thing for a person, an ordinary nurse, to get a EB1 visa in Canada, in US, also along with green card. The Nobel EB1 visa is getting to a people, those who are Nobel Prize winner or the Olympic winner. So such a highly risk people, highly elite people get the EB1 visa. As soon as she took the online covenant, and within a month, she consecrated herself to the Immaculate Heart of Mother Mary, and she prayed, and she did the 33 days of prayers. Along with the online covenant she took, and within 1 month the approval of visa was done. We know that it is never possible to get a EB1 visa approved by within a month. It takes, even though if it is possible, it will take 6 to 8 months. But here within a month she got that approval. It is only by the grace of God, not by her at all, her merit. She stayed that. And also it's a green card they get in US, it's after 10 years, right? Am I right? After 10 years of living in US, they get the green card, but she received it very soon. So consecrating to ourselves, to our family, to Jesus and Mama Mary, the covenant prayer is like that. It is the responsibility of Mama Mary to hand over all our struggle to Jesus, and she will take care of us. She will give the signs and symbols to be present and to do whatever we want to do. The Mother Mary is telling us, do whatever He tells. Jesus is going on telling what we want to do. The only one thing we want to do in the covenantal life, we have to do what Jesus says. He says to proclaim the good news, to be a message of Christ, be the Christ for others. So whatever we do in the name of Jesus, because Jesus is hungry, Jesus is thirsty, Jesus is naked. So whatever we see, whenever we see Jesus in this state, we are considered, we are concerned, and Jesus is there, we are going to do. What all things we do in the covenantal life, the activities, the spiritual accesses, everything is in the name of Jesus. For that, Mother Mary is
helping us, supporting us to do. In her words, she was saying she was an ordinary ritual Christian. How she changed, the lifestyle has changed, her family has changed, they are regular prayer. What all things she desired. She wanted to go to church, her work became as she desired, she wished. And the next church she got a place and she's going for participating in the mass and she's starting her day. Also, she wanted to, she is a Eucharistic minister in the church where her parish is. Eucharistic minister is she can distribute the communion, as we here do. The priests and nuns are allowed to give, but in US, like a country like where the vocation is less, they are specially trained to take the ciborium in their hand and the cup of the precious blood, and they are able to distribute to the people. And she is specially blessed and graced for that. And especially she goes to the people and she communicate about Mother Mary's miracle over here, the Kripasanam, what all things are happening. And also Jesus' good news is spread to the people, poor and lonely. She cooked for them and she is taking the fresh food to themselves. So these are the big change in her life. So we are in a position of Mother Mary's help, as she surrendered herself in the beginning. I am the handmaid of the Lord. The attitude changes us in our life. Let us give big clap, a bigger round of applause to Jesus and Mama Mary, that we will be able to continue our life. And let us place all our worries and tension to Mother Mary. She will grant us all the blessings from Jesus. Thank you, Mother Mary. Thank you, Jesus. ആദ്യമേ തന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കിയതിനാലും അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് റാണി, ഇത് ഹസ്ബൻഡ് രാജു. ഞങ്ങൾ ചിറക്കൽ സെയിൻറ്റ് ജോസഫ് എടവകയിൽ നിന്നാണ് വരുന്നത്. 2022 ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഭർത്താവിന് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദനയും അതിന് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാകുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നല്ല പ്രയാസങ്ങളൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പോൾ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ്. ആൻജിയോഗ്രാം ചെയ്തപ്പോൾ 90% ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ്. ബൈപ്പാസ് സർജറിയാണ് പറഞ്ഞത്. ഹസ്ബൻഡിന് ബൈപ്പാസ് സർജറി അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ചെയ്തിട്ട് കാര്യമില്ല, ബൈപ്പാസ് തന്നെ ചെയ്യണം, നല്ല ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ പോയി. ആ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം, കുറച്ച് റിസ്ക്കൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഓഗസ്റ്റ് 4 ആൻജിയോപ്ലാസ്റ്റി ആൻജിയോപ്ലാസ്റ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നു. ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ആളിന് ഭയങ്കര സീരിയസ് ആയിപ്പോയി. കുറച്ച് നേരം കഴിഞ്ഞാണ് ഹസ്ബൻഡിനെ അവിടെ നിന്ന് ഇറക്കിയത്. അപ്പോൾ ഹസ്ബൻഡിന് ഒട്ടും ശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല, കണ്ണൊക്കെ ചെറുതായിട്ടേ തുറക്കണുണ്ടായിരുന്നുള്ളൂ. ആൾ ഭയങ്കര ഡള്ളായിട്ടിരിക്കണമായിരുന്നു. ഭയങ്കര സീരിയസ് ആയിട്ടാണ് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നത്. അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ച് എന്ത് പറ്റിയതാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നതാണ്, ആൾ ഭയങ്കര സീരിയസ് ആണ്, വെൻറ്റിലേറ്ററിലിട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കണ്ണുറന്ന് തന്നെ ഒന്ന് വെറുതെ ഒന്ന് നോക്കിയിട്ടും ഡോക്ടർ വേഗം വെൻറ്റിലേറ്ററിലോട്ട് കൊണ്ടുപോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ആൾ ഭയങ്കര സീരിയസ് ആണ്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റണതെല്ലാം ചെയ്ത് ഇനിയൊന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല. ആളുടെ BP ഒക്കെ ഡൗണായി, ഹാർട്ടിൻ്റെ പമ്പിങ്ങൊക്കെ വളരെ കുറഞ്ഞു പോയി, എല്ലാ പ്രവർത്തനങ്ങളും നിലച്ച പോലെ തന്നെ ആയി. 99% ആൾ മരിച്ച പോലെ തന്നെ ആയിരുന്നു. കയറി കാണണമെങ്കിൽ കണ്ടോയെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ കയറി കണ്ടപ്പോൾ കണ്ണൊക്കെ പഞ്ഞി കൊണ്ടൊക്കെ മൂടി വെച്ചേക്കണായിരുന്നു, വാ കുറച്ച് തുറന്ന് ഇരിക്കണ്ട, പല്ലൊക്കെ പൊങ്ങി എന്താണ്ടും ആൾ മരിച്ചിട്ടിങ്ങനെ മരവിച്ച് കിടക്കണ പോലെയാണ് കിടന്നത്. ഞാനൊരു നോക്കിയുള്ളൂ. പിന്നെ ഞാൻ ഡോക്ടർ എന്തൊക്കെയോ പറഞ്ഞു അവിടെ ഇരുന്ന്, ഞാൻ അതൊന്ന് ശ്രദ്ധിക്കാൻ പോലെ ഞാൻ വേഗം മുറിയിലോട്ട് പോയി. അപ്പം അനിയൻ ചോദിക്കണം, അപ്പം അനിയനും അനിയൻ്റെ മോളും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, എൻ്റെ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അനിയൻ ചോദിച്ച് ആൾ കൂളായിട്ടാണല്ലോ കയറിപ്പോയത്, പിന്നെ ഇപ്പം ഇതെന്ത് പറ്റിയതാണ് എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറിന്
ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്നതുകൊണ്ടാണ്. ഇനി രക്ഷയുണ്ടാവുമെന്ന് തോന്നണില്ല. ആൾ അത്രയും ഡള്ളായി. പിന്നെ നോക്കിയപ്പോൾ ചുറ്റിനും മിഷനറിയൊക്കെയാണ് കുറേ. മിഷനറിയുടെ പ്രവർത്തനം കൊണ്ടാണ് ആളിപ്പോൾ ഇങ്ങനെ നിലനിൽക്കണത്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റണതൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ കുറേ ഡോക്ടർമാരൊക്കെ ചുറ്റിൽ നിന്ന് എന്തൊക്കെയോ ചെയ്യണുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് അപ്പോൾ ആരെങ്കിലുമൊക്കെ റിലേറ്റീവ്സിനൊക്കെ അറിയിച്ചു എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവർ 9 സഹോദരങ്ങളാണ്, എല്ലാവരും വന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി രക്ഷയൊന്നുമില്ല, നാളെ ഒരു 10 മണിയാവുമ്പോൾ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റും, അപ്പോൾ ബോഡി കൊണ്ടുപോയിക്കോ, ഒരു രക്ഷയുമില്ലട്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ വേഗം എൻ്റെ ചേച്ചിയുടെ മോനെയും മരുമകളെയും വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് കാലത്തെ കൃപാസനത്ത് പോകണം, മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കാലത്തെ 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ വന്ന് ഞങ്ങൾ ചേച്ചിയുടെ മോനും മരുമകളും ഞാനും കൂടി കൃപാസനത്ത് വന്ന്. അപ്പോൾ അവിടെ ഇരിക്കണ മാതാവിൻ്റെ അടുത്താണ് ഞാൻ ആദ്യം കയറി പ്രാർത്ഥിച്ചത്. മാതാവിനോട് പറഞ്ഞ് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ യാചിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്നും പറഞ്ഞ് വേറൊന്നും ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ മാതാവിനിട്ട് നോക്കി കരഞ്ഞുകൊണ്ടിരുന്നേച്ച്. അപ്പോൾ എൻ്റെ ഇപ്പുറത്തെ എൻ്റെ ചേച്ചിയുടെ മരുമകളുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫോൺ വന്നു. എനിക്ക് അപ്പോഴേ മനസ്സിലായി ഹോസ്പിറ്റലിൽ നിന്നായിരിക്കും വന്നതെന്ന്. ഞാനപ്പോൾ അത് കഴിഞ്ഞ് അത് വന്നിരിക്കുകയും ചെയ്തു എൻ്റെ അടുത്ത്. ഞാനൊന്നും ചോദിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറയണത്. അപ്പം എനിക്ക് പ്രയാസമെല്ലാം നേർത്ത് അതെല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് പറയണുണ്ടോ അപ്പം ഫോൺ വന്നത്. ഡോക്ടർ പറഞ്ഞ് ആൾ എല്ലാം ഡൗണായി, ഇനി ഒന്നും പറയാനില്ല ഞങ്ങൾക്ക്. BP ഡൗണായി, ഇപ്പം മരുന്നിനോട് ഒട്ടും പ്രതികരിക്കണില്ല, എല്ലാ പ്രവർത്തനങ്ങളും ഡൗണായി, ഇനിയൊന്നും പറയാനില്ല ചെയ്യാനും ഇല്ലെന്ന് പറഞ്ഞ് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് എന്നോട്. അപ്പം ഇതൊന്നും മരുമകൾ പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ് നമുക്ക് ഇവിടെ അകത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ്. ഞാനങ്ങനെ അകത്ത് വന്നിരുന്ന് ഞാനും ചേച്ചിയുടെ മരുമകളും കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴും ഒരു ഫോൺ വന്ന്. അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ടും പറഞ്ഞു ആൻറ്റി അങ്കിള് കണ്ണ് തുറന്ന് BP ഒക്കെ നോർമലായി, BP ഒക്കെ ഒരു മധുരം നോർമലായി, ഹാർട്ടിൻ്റെ പമ്പിങ്ങൊക്കെ ഒരു മധുരമൊക്കെ നല്ലോണം നടക്കണുണ്ട്, മരുന്നുകളോടൊക്കെ പ്രതികരിച്ചു തുടങ്ങി. കണ്ണ് തുറന്ന് എല്ലാവരുമായിട്ടും ഒന്ന് നോക്കി, ആൻറ്റീനെ ആയിരിക്കും നോക്കണത്, അപ്പോൾ ആൻറ്റീനോട് വേഗം വരാൻ എല്ലാവരും പറയണുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടി ഇരുന്ന് മാതാവിന് നന്ദി പറഞ്ഞിട്ടും ഞങ്ങൾ പോയി. പിന്നെ അവിടെ ചെന്നപ്പോഴേക്കും ഹസ്ബൻഡ് എന്നെ കണ്ണു തുറന്നൊക്കെ നോക്കി. എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു, നീ എന്നാൽ ഈ സമയത്ത് മാതാവിൻ്റെ അടുത്ത് പോയല്ല, അപ്പം പിന്നെ മാതാവ് പ്രാർത്ഥന കേൾക്കാണ്ടിരിക്കലല്ല, ഞങ്ങൾക്കാണെങ്കിൽ അങ്ങനെ പ്രയാസം വന്ന് ഞങ്ങളാണെങ്കിൽ അവിടെ തന്നെ ഇരുന്നാലും നീ എന്നാലും പോയല്ല മാതാവിൻ്റെ അടുത്തെന്ന് പറഞ്ഞ്. പിന്നെ ഹസ്ബൻഡ് നല്ലോണമൊക്കെ നോക്കി. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ഹസ്ബൻഡിനെ കാണാൻ പോകുമ്പോഴേക്കും മാതാവിൻ്റെ തൈലം നെറ്റിയിൽ ഇടും, പിന്നെ കാശ് രൂപമൊക്കെ പിടിച്ചിട്ടാണ് ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എപ്പോഴും ഒരു ചെറിയ മാതാവിൻ്റെ രൂപം കൊണ്ട് പോകുമ്പോൾ അവിടുത്തെ ഡോക്ടർ, ഒരു അസിസ്റ്റൻറ്റ് ഡോക്ടർ എപ്പോഴും കാണുമായിരുന്നു ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ രൂപം വാങ്ങിച്ച് അവിടെ ഹസ്ബൻഡിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടായിരുന്നു, വെൻറ്റിലേറ്ററിലാണ് കിടക്കണത്. ആ സ്റ്റാൻഡിൻ്റെ മീതെ വെച്ചിട്ടും പറഞ്ഞ് ഒരു നേഴ്സിനോട് അത് അവിടെ ഒട്ടിച്ച് വെച്ചേര്, ഒരു ചെറിയ രൂപമാണ്, മാതാവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും കേട്ടോ, എല്ലാ ദിവസവും കൊണ്ടുപോകാനല്ലേ, ഇത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് അവിടെ വയ്ക്കുകയും ചെയ്ത്. അങ്ങനെ 3 ആഴ്ചയോളം വെൻറ്റിലേറ്ററിൽ കിടന്ന്, പിന്നെ ICUലോട്ട് മാറ്റി, പിന്നെ ഒരാഴ്ച കൂടി റൂമിലോട്ട് മാറ്റി. ഇപ്പം ഒരു കുഴപ്പവുമില്ല, നല്ലോണം സൗഖ്യമായിട്ടിരിക്കണം. മരുന്നുകളൊക്കെ ഉണ്ട് എങ്കിലും ഒരു കുഴപ്പവുമില്ല. പ്രത്യേകിച്ച് പേപ്പറൊക്കെ വാങ്ങിച്ചു കൊടുക്കും, പിന്നെ ഫുഡൊക്കെ കൊടുക്കും, ആൾക്കാർക്ക് പാവപ്പെട്ടവരെ സഹായിക്കും. ഡോക്ടർമാരിത് എല്ലാം കഴിഞ്ഞിട്ടും പറഞ്ഞത് ഒരു 6 മാസമെങ്കിലും കഴിയുമ്പോഴേ പിടിച്ചേ നടക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 6 മാസം കഴിഞ്ഞ്, 6 മാസം ആവുന്ന പിന്നെ എനിക്ക് തന്നെ നടക്കാനുള്ള ആരോഗ്യമൊക്കെ ദൈവം തന്നിട്ടുണ്ട്. അതിന് മാതാവിനോടും ദൈവത്തിനോടും ഞാൻ നന്ദി പറയുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജോസഫ് അച്ഛനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. അച്ഛൻ ആ ഫോട്ടോ വാങ്ങി മാതാവിൻ്റെ അടുത്ത് മുട്ടിക്കുകയും അതിൽ കുരിശൊക്കെ ഇട്ട് എത്രയും പെട്ടെന്ന് സുഖമാകും എന്ന് പറയുകയും ചെയ്ത്. തന്ന അനുഗ്രഹങ്ങൾക്ക് മാതാവിനും ദൈവത്തിനും 1000 നന്ദി പറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 13-ാം തിരുവചനം. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയണ്ട.
അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. 99% മരിച്ച ഒരു വ്യക്തിയാണ് റാണിയുടെ ഹസ്ബൻഡ് രാജു ഇവിടെ അൾത്താരയിൽ പ്രത്യക്ഷീകരണ സാക്ഷിയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. എല്ലാം അവസാനിച്ചു എന്നറിഞ്ഞപ്പോഴാണ് റാണി വെന്റിലേറ്ററിൽ കയറ്റിയിരുന്ന ഹസ്ബൻഡിനെ അവിടെ വിട്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലേക്ക് ഓടി വന്നുകൊണ്ട്, എൻ്റെ ഹസ്ബൻഡിനെ ജീവൻ തിരിച്ചു തരണമേ, മറ്റൊന്നും എനിക്ക് പറയാനില്ല, പ്രാർത്ഥിക്കാൻ വാക്കുകളില്ലാത്ത ഒരു വലിയ അവസ്ഥയിലാണ് റാണി ഇവിടെ വന്നിരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. സുവിശേഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈശോ ഉയർപ്പിച്ച ഒരുപാട് വ്യക്തികളെ നാം കണ്ടുമുട്ടുന്നുണ്ട്. ലാസറിനെ ഉയർപ്പിച്ച ഈശോ, അവരുടെ ദുഃഖങ്ങളിൽ കരയുന്ന ഈശോ, അതുപോലെ തന്നെ പഴയ നിയമത്തിൽ എസെക്കിയേൽ പ്രവാചകൻ്റെ 37-ാമത്തെ അധ്യായത്തിൽ അസ്ഥികളുടെ താഴ്വരയിൽ എസെക്കിയേൽ പ്രവാചകനോട് ദൈവം ചോദിക്കുന്നുണ്ട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? പ്രവാചകൻ പറഞ്ഞു, അങ്ങേക്കറിയാമല്ലോ. അങ്ങേക്ക് മാത്രം, ഈശോയ്ക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ് നാം നിത്യജീവനിലേക്ക് പ്രവേശിക്കുമോ ഇല്ലയോ എന്നുള്ളത്. നാം നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയാണ്, ജീവിത രീതിയാണ് ഉടമ്പടി എന്നുള്ളത്. റാണിയും രാജുവും ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് ജീവിച്ച് പ്രതീക്ഷകൾ കൈവിടാതെ, പ്രത്യാശ കൈവിടാതെ തൻ്റെ പ്രാർത്ഥനയുടെ 100% വിളവ്, 100 മേനി വിളവ് കൊയ്തെടുത്തതിൻ്റെ സാക്ഷ്യമാണിത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ജീവനിലേക്ക് വീണ്ടും പ്രവേശിക്കുവാൻ നൽകിയ വലിയ അനുഗ്രഹത്തിന്, വലിയ കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം